ബീഹാറിൽ നിതീഷ് യുഗത്തിന് അന്ത്യം. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നിതീഷ് കുമാർ രാജിവെച്ചു. ലോക്ഭവനിലെത്തിയാണ് രാജിക്കത്ത് കൈമാറിയത്. പുതിയ സർക്കാരിന് തന്റെ പൂർണ്ണ സഹകരണവും മാർഗനിർദ്ദേശവും ഉണ്ടായിരിക്കുമെന്ന് നിതീഷ് കുമാർ പറഞ്ഞു. ബീഹാറിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സാമ്രാജ് ചൌധരി സത്യപ്രതിജ്ഞ ചെയ്യും. അച്യുതൻ ഡൽഹിയിൽ നിന്നും. അച്യുതൻ 10-20 വർഷത്തെ CM എന്ന മുഖ്യമന്ത്രി എന്ന പദം ഒഴിഞ്ഞ നിതീഷ് കുമാർ പടിയിറങ്ങുകയാണ്. അതൊരു യുഗത്തിന്റെ അന്ത്യം കൂടിയാണ്. ഇനി ആരായിരിക്കും അവിടുത്തെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തീരുമാനമായി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ബീഹാർ BJPക്ക് അധീനതയിൽ വരുന്ന മുഖ്യമന്ത്രിയുള്ള സംസ്ഥാനമായി മാറും. സുഹൈൽ, തീർച്ചയായിട്ടും അതായത് ബീഹാറിലെ രാഷ്ട്രീയ അധികായൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നിതീഷ് കുമാറാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇന്ന് രാജിവെച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ അവസാനത്തെ മന്ത്രിസഭാ യോഗം ചേരുകയും ബീഹാറിന് വേണ്ടി നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിനുള്ള സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല, ഇനി വരുന്ന പുതിയ സർക്കാരിന് തന്റെ എല്ലാവിധ പിന്തുണ നൽകും എന്നുകൂടി അദ്ദേഹം ആ മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചു. അതിനുശേഷം 3 മണിയോടുകൂടിയായിരുന്നു നിതീഷ് കുമാർ ഗവർണറുടെ ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ട രാജിക്കത്ത് കൈമാറിയത്. എന്തായാലും അതിനുശേഷം BJP ഇപ്പോൾ നിയമസഭാ കക്ഷിയോഗം ചേരുകയും ആ മുഖ്യമന്ത്രി അല്ലെങ്കിൽ നിയമസഭാ കക്ഷി നേതാവായി സാമ്രാജ് ചൌധരിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു. സാമ്രാജ് ചൌധരി BJPയുടെ ബീഹാറിലെ ആദ്യ മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. ആ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നാളെ നടക്കുമെന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. ഏതാണ്ട് 2 പതിറ്റാണ്ട് മുഖ്യമന്ത്രി പദത്തിൽ തുടർന്നിരുന്ന നിതീഷ് കുമാർ യുഗത്തിനാണ് ഇപ്പോൾ ഒരു അന്ത്യം ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഇനി ബീഹാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച നിതീഷ് കുമാർ ഇനി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ ഡൽഹി കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല തന്നെ മാറുന്നത്. രാജ്യസഭാ അംഗമായ അദ്ദേഹം ഈ മാസം 10-നാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ മുന്നണിയുടെ പ്രാരംഭഘട്ടത്തിൽ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു നേതാക്കളിൽ ഒരാളായിരുന്നു നിതീഷ് കുമാർ. അന്ന് ദൂതനായി മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമായെല്ലാം അവരുടെ നേതാക്കളെല്ലാം കണ്ട് ഈ ഒരു മുന്നണി രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. പക്ഷേ അപ്രതീക്ഷിതമായി അദ്ദേഹം കൂറുമാറുകയും NDAക്കൊപ്പം ഒരു രാഷ്ട്രീയ ചുവടുവയ്പ് നടത്തിയതുമെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനെല്ലാം ശേഷം വീണ്ടും ബീഹാർ തെരഞ്ഞെടുപ്പ് വരികയും JDUയും BJPയും കാര്യമായ ഭൂരിപക്ഷത്തിൽ അവർ വിജയിക്കുകയും ചെയ്തിരുന്നു. അവിടെയും നിതീഷ് കുമാർ എന്നൊരു ഫാക്ടർ അത് നിലനിന്നിരുന്നു. എന്തായാലും അങ്ങനെ ആ ഒരു ബീഹാറിലെ ഏറെ രാഷ്ട്രീയ പരിചയമുള്ള നിതീഷ് കുമാറാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇന്ന് രാജിവെച്ചിരിക്കുന്നത്. ശരി, എന്തായാലും തരാതരം പോലെ അധികാരത്തിന് വേണ്ടി കളം മാറി ചവിട്ടിയാണെങ്കിലും 10-20 കൊല്ലം മുഖ്യമന്ത്രി തുടർന്ന ആളാണ് നിതീഷ് കുമാർ. പെട്ടെന്നാണ് രാജ്യസഭയിലേക്കുള്ള എൻട്രി. എന്തായാലും ബീഹാറിന്റെ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റായി കൂടി ഇത് മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു BJP മുഖ്യമന്ത്രി വരികയാണ് ബീഹാറിലേക്ക്. വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു നിതീഷ് കുമാറിന്റെ അണികളുടെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടത്തിൽ. എന്തായാലും ആ സഖ്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. ആ നിലയിലുള്ള നീക്കുപോക്കുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.